ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. എഗ് ബുർജിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി ഉണ്ടാക്കാൻ നോക്കാം. എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് വലിയ ഉള്ളി അല്ലെങ്കിൽ സവോള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയത്തിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉള്ളി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം എടുത്താൽ മതി. കൂടിപ്പോരുത്, കൂടിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് സമയം കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇഞ്ചിയും പച്ചമുളകൊക്കെ തുടക്കത്തിൽ ചേർക്കുന്നതിന് പകരം ഈ ഒരു സമയത്ത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പച്ചമുളക് വലിയ പീസുകളാക്കി ഇടരുത്, നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. കാരണം നമ്മളിത് കഴിക്കുമ്പം പച്ചമുളക് ചെറുതായിട്ടൊന്ന് കടിക്കണം. അങ്ങനെ കിട്ടുന്ന ആ സ്പൈസിയാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാലയുടെ വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണക്കൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റ് സമയം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുമ്പ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ ഒരു അല്പം കൂട്ടി വെക്കണം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂട്ടി വെക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് സമയം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തീ മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടണം. അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. മീഡിയം ഫ്ലെയിമിൽ മാക്സിമം ഒരു 5 മിനിറ്റ് സമയം വരെയൊക്കെ വേവിച്ചെടുത്താൽ മതി. കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഓവർ ഡ്രൈ ആയിപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.